അല്ല, ഞാൻ ആ വിഷയത്തിൽ ഇന്നലെ പ്രതികരിച്ചതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, അതിൽ കൂടുതൽ പ്രതികരണങ്ങളോ നടപടികളോ എന്തെങ്കിലും പാർട്ടി ചെയ്യേണ്ടതോ പറയേണ്ടതുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയും. അതിൽ കൂടുതൽ ഫർദർ ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. എൻ്റെ അഭിപ്രായം, ഇതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള ഇഷ്യൂസ് കേരളത്തിൽ ചർച്ചയാവാതിരിക്കാൻ, അതല്ലെങ്കിൽ അതിന് ഇടം വരുത്തുന്ന തരത്തിലുള്ള, ഇപ്പം ശബരിമല പോലുള്ള ഒരു ഇഷ്യൂ ഇപ്പം ഇത്രയും ഗുരുതരമായി കേരളത്തിലെ ദേവസ്വത്തിൻ്റെ, അമ്പലത്തിൻ്റെ, അയ്യപ്പൻ്റെ ഉൾപ്പെടെ സ്വത്തിനെ കാക്കാനാണ് ദേവസ്വത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, കക്കാനല്ല. ദേവസ്വത്തിൻ്റെ സ്വത്ത് കാക്കാൻ ഉത്തരവാദിത്തമുള്ളവർ കട്ടിട്ട് അവർ കക്കുന്നതിന് നേതൃത്വം നൽകുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളെ പാർട്ടി തീരുമാനിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് പോലും ഒരു വാക്ക് ഉരിയാടാനോ ഒരു നടപടി എടുക്കാനോ CPM തയ്യാറാവാത്ത ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതിനെതിരെയാണ് സംസാരിക്കേണ്ടത്. അതാണ് കേരളത്തിൽ ചർച്ചയാവേണ്ടത്. ആ കാര്യത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യം പിന്നെ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പാർട്ടി എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആലോചിച്ച് പറയും. ആ വിഷയത്തിൽ അതിൽ കൂടുതൽ ഒരു പ്രതികരണത്തിന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടുതൽ ഒരു പ്രതികരണത്തിന് ആ വിഷയത്തിൽ ഞാൻ നിൽക്കുന്നില്ല. കാരണം മറ്റനേകം ഗുരുതരമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ പറയുന്ന പ്രതികരണങ്ങളിൽ വാർത്തയിടവും സ്പേസും മാറിപ്പോണെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി കാണിച്ച പ്രാധാന്യമൊന്നും വേറെ പാർട്ടികളൊന്നും അത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിലും കൂടുതൽ ഒരു വരിയും ഞാൻ ഇപ്പോൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുതുതായിട്ടൊന്നും. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്ഥാനാർത്ഥികൾ വിളിക്കാതിരിക്കണം എന്നുള്ള രീതിയിൽ CPM അവരുടെ പിന്നെ ഈ പറയുന്ന ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ മാത്രമല്ല, ഇപ്പോൾ പോലീസിനകത്തെ ഗുണ്ടകളെ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പേരാമ്പ്ര ഉൾപ്പെടെയുള്ള ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതുവരെ ഒരു പരാതി തെളിവ് സഹിതം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുക്കുന്നില്ല. അപ്പം ഗുണ്ടകൾക്ക് എപ്പോഴും സംരക്ഷണമുണ്ട്. അത് പാർട്ടിക്കകത്താണെങ്കിലും പോലീസിനകത്താണെങ്കിലും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ആ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെന്നും ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടവരുമെന്നും പോലീസിൻ്റെ തന്നെ കമ്മീഷണർ, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും, തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയപ്പെടുന്ന ഒരാളെ ഈ പറയുന്ന പോലീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ, കൂടെയുള്ള രണ്ടാളെ പിന്നെ ഡിസ്മിസ് ചെയ്തു. ഈ ഒരു വ്യക്തിയെ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇപ്പോൾ ഒന്നും വേണ്ട, കൊടി സുനിയുടെ കേസ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പിന്നെ പ്രതികളെ തുറന്നുവിടാവോ എന്നുള്ള ഫയൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് വീണ്ടും ജീവൻ വെക്കുന്നത് എന്താ? പാർട്ടിക്ക് എന്താ അതിനകത്ത് ഇൻട്രസ്റ്റ്? പാർട്ടിക്ക് പങ്കില്ല എന്നല്ലേ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. ഇനി അതും പോട്ടെ, കോടതിയിൽ അതിലെ പ്രതിക്ക് ഇടക്കാല ജാമ്യം കിട്ടാൻ സുപ്രീം കോടതിയിലേക്ക് വരെ കേസ് നടത്തേണ്ട അവസ്ഥ KK രമക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ അക്രമം നടത്തുന്നവർക്കുള്ള ഓണർഷിപ്പ് ഉണ്ട്. അവരുടെ പൊളിറ്റിക്കൽ രക്ഷാകർതൃത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടപ്പിലാക്കുന്ന തരത്തിൽ ഗുണ്ടകൾക്ക് പ്രോത്സാഹനമാവാണ്. ഗുണ്ടകൾ പാർട്ടിക്കകത്ത് മാത്രമല്ല പോലീസിലെ ഗുണ്ടകൾക്കും പ്രോത്സാഹനമാവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതിനെ ജനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജനങ്ങൾ തുറന്ന് എതിർക്കുന്ന കാര്യങ്ങളുടെ പട്ടികയിൽ ആ വിഷയങ്ങളും ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇത്തവണ ലോക്കൽ ബോഡിയിൽ ചർച്ചയാവും. ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്കൽ ബോഡിയിൽ ഉണ്ടാവും, കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ. താങ്ക് യു.